നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആവേശമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ജോലിയായിട്ട് തോന്നുകയില്ല. എല്ലാ സമയത്തും അത് ചെയ്താൽ പോലും നമുക്ക് അതിനോടുള്ള ആവേശമായിരിക്കും. ഒരു ദിവസം എഴുന്നേൽക്കുന്നത് തന്നെ അയ്യോ ആ കാര്യം ചെയ്യാമല്ലോ എന്നുള്ള സന്തോഷത്തോടെ ആയിരിക്കും. ഒരു ഉദാഹരണത്തിന്, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ നാടകത്തിന് ഡയലോഗുകൾ പഠിക്കാനായിട്ട് അനേകം പേജുകളുള്ള നോട്ട്, ഡയലോഗുകൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് മുഴുവൻ കാണാതെ പഠിക്കുന്നത്. അതേസമയത്ത് അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം പോലും, ഒരു പദ്യമോ കാണാതെ പഠിക്കേണ്ട ഉത്തരമോ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ്. അപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും അതൊരു ഭാരമായിട്ടോ ഒരു ജോലിയായിട്ടോ തോന്നുകയില്ല. നാം ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ല. തീർച്ചയായും എല്ലാ നല്ല ജോലിക്കും പ്രതിഫലമുണ്ട്. എന്നാൽ പണം ആവശ്യമില്ല, അതുകൊണ്ട് ഇനി ഞാൻ ചാരി കിടന്നേക്കാം, അല്ല ഒരു പരിപാടി ചെയ്യുന്നില്ല, ഒന്നും പുതിയതായി പഠിക്കുന്നില്ല. ഇത് ഒരുത്തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കും. നാം ജീവിച്ചിരിക്കുന്നത് തന്നെ മുന്നോട്ട് പഠിക്കുവാനും മുന്നോട്ട് കർമ്മനിരതനായിരിക്കുവാനും വേണ്ടിയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞയിടെ മരിച്ചുപോയ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്നു ചാർലി മങ്കർ. ഈ ചാർലി മങ്കർ 99-100 വയസ്സ് ആയി ആണ് മരിക്കുന്നത്. എന്നാൽ ആ മരിക്കുന്ന അടുത്ത ദിവസങ്ങൾ വരെയും അദ്ദേഹം വലിയൊരു സ്റ്റോക്ക് ഇൻവെസ്റ്ററായിരുന്നു. അദ്ദേഹം തൻ്റെ ജോലിയിൽ ആക്റ്റീവായിരുന്നു, വ്യാപൃതനായിരുന്നു. കാരണം പണം അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഹി വാസ് വെരി ആക്റ്റീവ് ഇൻ ഹിസ് വർക്ക്. നമ്മൾ ജോലി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് വേണ്ടി ആവശ്യമില്ലെങ്കിലും അത് മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ വാറൻ ബഫറ്റ് ലോകത്തിലെ ഏറ്റവും ധനികരിൽ ഒരാളാണ്. അദ്ദേഹം ഇതുപോലെ ചാർലി മങ്കറുടെ കൂട്ടത്തിൽ, ചാർലി മങ്കർ വാറൻ ബഫറ്റിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. വാറൻ ബഫറ്റ് ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ്. അദ്ദേഹം വലിയ സ്റ്റോക്ക് ഇൻവെസ്റ്ററാണ്. അദ്ദേഹത്തിന് 92-93 വയസ്സുണ്ട് ഇപ്പോൾ. അദ്ദേഹം എല്ലാ ദിവസവും കാർ ഓടിച്ച് തൻ്റെ സ്ഥാപനത്തിൽ വന്ന് അവിടെ അനേകം കോടീശ്വരന്മാർ, അനേകം മില്യനേഴ്സ് തങ്ങളുടെ പണം ഇദ്ദേഹത്തെ സന്തോഷത്തോടെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ പണം അദ്ദേഹം ബുദ്ധിപരമായി ചെറുപ്പത്തിൽ തുടങ്ങിയ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ശീലം മൂലം അവരുടെ പണവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 93-ാം വയസ്സിൽ ഇത് ചെയ്യുന്ന ഒരു ജോലിയായിട്ടല്ല, അദ്ദേഹം ആസ്വദിക്കുന്ന ഒരു കാര്യം ചെയ്യുകയാണ്. അദ്ദേഹം വലിയ പണം ഉണ്ടെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ വളരെ പരിമിതമാണ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം സ്വന്തമായി കാർ ഓടിച്ച് ചെറിയ സാധാരണ രീതിയിലുള്ള ആഹാരങ്ങൾ ആസ്വദിച്ച് സാധാരണ ഒരു വീട്ടിൽ താമസിച്ച് അദ്ദേഹം ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ആക്റ്റീവായിരിക്കണം, നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് പ്രധാനമായി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലി ഭാരമായിട്ട് ചെയ്താൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് വളരെ ഹാനികരമായി ബാധിക്കും. അതുകൊണ്ട് ഒന്നുകിൽ സന്തോഷകരമായ ഒരു ജോലി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ നിവൃത്തിയില്ലെങ്കിൽ, തൽക്കാലം മാറുവാൻ നിവൃത്തിയില്ലെങ്കിൽ ഉള്ള ജോലിയിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റ് പാസ്റ്റ് ടൈം, മറ്റ് റെക്രിയേഷൻസിൽ ഇടവേളകളിലെല്ലാം ഏർപ്പെട്ട് കഴിയുന്നത്ര ജീവിതത്തെ സന്തോഷകരമാക്കുക. പിന്നെ വേറൊരു പ്രധാന കാര്യം, പഠിക്കുന്ന കുട്ടികൾ അവരെ ഇന്നത് പഠിച്ചാൽ ഇന്ന ജോലി കിട്ടും എന്നുള്ളതല്ല. അവരുടെ ജീവിതത്തിൽ ശരിക്കും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, അതിനകത്ത് അവർ ഈ 24 മണിക്കൂറും ഡെഡിക്കേറ്റ് ചെയ്യാൻ അവർ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ ആക്റ്റീവായി പഠിക്കുവാൻ, അതിനകത്ത് വിദഗ്ധനാകുവാനായിട്ട് അവരെ അഭ്യസിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല ജീവിതത്തിൽ ആ മേഖലയിൽ അവർക്ക് ഏറ്റവും ഉയർന്നു പോകുവാനും സാധിക്കും.
ഈ അടുത്തിടെ മരിച്ച KJ ജോയി എന്ന് പറയുന്ന വളരെ ഒരു മനോഹരമായ ഗാനങ്ങൾ 75, 86 കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള KJ ജോയ്, അദ്ദേഹത്തിൻ്റെ മനോഹരമായ പാട്ടുകൾ മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ, ആ പാട്ടുകൾ, അതുപോലെ അനേകം മനോഹര ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള KJ ജോയ്, അദ്ദേഹം തൃശ്ശൂർക്കാരനായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പള്ളിപ്പാട്ടുകളിലൂടെ ഇൻസ്ട്രുമെൻ്റിൽ അഭ്യാസനം താല്പര്യപ്പെട്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അക്കോർഡിയൻ എന്ന് പറയുന്നത് ഇറങ്ങിയിട്ട് ഇവിടെയൊന്നും ലഭ്യമല്ല. എന്നാൽ അദ്ദേഹം അതിനോടുള്ള പാഷൻ, ഹിന്ദി പാട്ടുകളിൽ അക്കോർഡിയൻ്റെ സ്വരം കേട്ടിട്ട് ആവേശം കൊണ്ട് അദ്ദേഹം ഒരു അക്കോർഡിയൻ സ്വന്തമാക്കുകയും അക്കോർഡിയനിൽ സ്വയമായി പഠിച്ച് വലിയ വിദഗ്ധനായി തിരിയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ട് ഒരു വലിയ സംഗീത സംവിധായകൻ അദ്ദേഹത്തെ തൻ്റെ അസിസ്റ്റൻ്റായി കൂട്ടുകയും പിന്നെ ഇന്ത്യയിലുടനീളം സിനിമാ സംഗീതത്തിൽ അക്കോർഡിയനും അതുപോലെ ഓർഗനും ഓർഗൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, സിനിമാ സംഗീതത്തിൽ ദക്ഷിണേന്ത്യയിൽ ഓർഗൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ KJ ജോയിയാണ്. അപ്പോൾ അക്കോർഡിയനും ഓർഗനും വായിച്ച് സിനിമ പാട്ടിൽ വായിക്കുന്നതായിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ ആക്റ്റീവായിരുന്നു. എല്ലാ ഭാഷകളിലും തന്നെ മിക്ക ഭാഷകളിലും അദ്ദേഹം ആക്റ്റീവായിരുന്നു എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പ്രധാനമായും. അതിനുശേഷം 75-ലോ 76-ലോ അദ്ദേഹം ആദ്യത്തെ സിനിമാ സംഗീത സംവിധായകനായി മാറിയത്. ആ സിനിമാ സംഗീത സംവിധാനത്തിൽ അദ്ദേഹം സ്വന്തമായി രചിച്ച ആദ്യത്തെ പാട്ടാണ്, രചിച്ചതല്ല, സ്വന്തമായി ട്യൂൺ കൊടുത്ത ആദ്യത്തെ പാട്ടാണ് ബിന്ദു നീയാനന്ദ ബിന്ദു. അത്ര മനോഹരമായൊരു ട്യൂണാണത്. അപ്പോൾ അങ്ങനെ അനേകം മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം കൊടുത്ത KJ ജോയ്, അദ്ദേഹം ഈ അടുത്തതെല്ലാം മരിച്ചു. അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അദ്ദേഹം സ്വന്തമായിട്ട് ആ ആവേശം മൂലം പ്രാക്ടീസ് ചെയ്താണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് ഉയർന്നു വന്നത്. 1969 അദ്ദേഹം 1969 അദ്ദേഹം ബെൻസ് കാർ മേടിച്ച ആളാണ്. മദ്രാസിൽ വലിയൊരു കൊട്ടാര സദൃശമായൊരു വീട് ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ആ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്, അത് മരിക്കുന്നവരെയും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ റിട്ടയർ ചെയ്താലും നമ്മൾ പണി നിർത്തരുത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. 2, നമ്മുടെ ജീവിതത്തിൽ ജോലി സന്തോഷകരമാക്കുക. സന്തോഷമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അഭ്യസിച്ച് കൂടുതൽ പഠനങ്ങൾ നേടി പുതിയ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുക. ഇന്ന് കേരളത്തിൽ എത്രയോ സാധാരണ വീട്ടമ്മമാരാണ്, സാധാരണ പുരുഷന്മാരാണ് യൂട്യൂബിലൂടെ പല കാര്യങ്ങളും ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നത്. അത് എത്രയോ വലിയ ഒരു കാര്യമാണ്. ഒരു കടയിൽ പോയി നിന്നാൽ കൂടി വന്ന 5000-6000 രൂപ കൂലി ശമ്പളം മേടിക്കേണ്ട സ്ഥാനത്താണ് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കഴിവുകളൊന്നുമില്ലാത്ത സാധാരണ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരു മാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന നിലയിൽ യൂട്യൂബ് വീഡിയോകൾ ഉണ്ടാക്കുന്നു. അപ്പം നമ്മുടെ കഴിവുകൾ ഏത് പ്രായത്തിലും നമ്മൾ ആക്റ്റീവായി പഠിച്ചുകൊണ്ടിരിക്കണം, ആക്റ്റീവായി നമ്മൾ പ്രവർത്തനത്തിൽ നിരതരായിരിക്കണം. അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് സഹായിക്കുവാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു. ഈ ചാനലിലൂടെ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ എന്ന ബെല്ലിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണം. ഈ കാര്യം എടുത്തു പറയാൻ കാരണം പല ആളുകൾക്കും എൻ്റെ വീഡിയോ ഈയിടെയായി കാണുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വീഡിയോ ഇട്ടാലും അത് അവർക്ക് യൂട്യൂബ് അവരത് കാണിക്കുന്നില്ല. കാണിക്കണമെങ്കിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ല് പ്രസ് ചെയ്ത് ഓൾ കൊടുത്താൽ മാത്രമേ യൂട്യൂബ് ആ വീഡിയോ അവരെ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതെന്തുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് വെച്ചാൽ
ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തെ ഇത് മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ആ നല്ല ആശയങ്ങൾ സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റങ്ങളുണ്ടാക്കും. താങ്ക് യു.